നമസ്കാരം പ്രിയപ്പെട്ടവരെ. മോഹൻരാജ് അഥവാ കീരിക്കാടൻ ജോസ് എന്ന മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കിരീടം എന്ന ഒറ്റ സിനിമയിലെ വില്ലൻ വേഷത്തിലെ കീരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രത്തെ അനശ്വരമാക്കി മലയാളിയുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നടനായിരുന്നു മോഹൻരാജ്. 60ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. വില്ലൻ വേഷങ്ങളുടെ അതികായകനായി തീർന്ന മോഹൻരാജ് 1988 കെ മധു പുറത്തിറക്കിയ മൂന്നാം മുറ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിലെ വെള്ളിത്തിരയിൽ എത്തുന്നത്. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ ആരാണ് മറക്കുന്നത്? വെട്ടേറ്റ പാടുള്ള നെറ്റിയും കുറ്റിമുടിയും രക്തം പൊടിക്കുന്ന കണ്ണുകളും അടുത്തെത്തിയാൽ നെഞ്ചും കൂടം തകർന്നു പോകും എന്ന് തോന്നുന്ന ഭീകരമായ ഒരു കഥാപാത്രത്തെയാണ് മോഹൻരാജ് കീരിക്കാടൻ ജോസിലൂടെ അവതരിപ്പിച്ചത്. പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും സംവിധായകരോട് ചോദിക്കാറുണ്ട്, ഒരു വില്ലൻ്റെ വേഷം എപ്പോഴാണ് പൂർണ്ണതയിൽ എത്തുന്ന എന്ന ചോദ്യത്തിന് അവർ നൽകുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ആ വില്ലനെ പ്രേക്ഷകർ എത്രമാത്രം വെറുക്കുന്നു അത്രമാത്രം അയാൾ ആ റോളിൽ വിജയിച്ചു എന്നുള്ളതാണ് എല്ലാ സംവിധായകരുടെയും പൊതുവെയുള്ള അഭിപ്രായത്തിൽ. ആ ഒരു അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ കിരീടം എന്ന സിനിമയിൽ മോഹൻരാജ് അവതരിപ്പിച്ച കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം, ആ കഥാപാത്രം അതായത് കീരിക്കാടൻ ജോസ് ചത്തേ എന്ന് കൊച്ചൻ ഹനീഫ ആ സിനിമയിൽ വിളിച്ചു പറയുമ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർ കയ്യടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുവാൻ മോഹൻരാജിന് കഴിഞ്ഞു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അന്നു മുതൽ മോഹൻരാജ് മലയാളത്തിലെ കീരിക്കാടൻ ജോസായി മാറി. കസ്റ്റംസിൽ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അനുമതി വാങ്ങാതെ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ നടപടി നേരിടുകയും നിയമ പോരാട്ടത്തിലൂടെ ജോലിയിൽ തിരികെ വരികയും ചെയ്തു. ഡയറക്ടറേറ്റിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ തസ്തികയിൽ നിന്നും സ്വയം വിരമിക്കുകയും ചെയ്തു. തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ ഏതാണ്ട് 300ഓളം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കാഞ്ഞിരംകുളം വസതിയിലായിരുന്നു മരണം. മലയാള സിനിമയുടെ ഒരു വലിയ നടനെയാണ് നമുക്ക് നഷ്ടമായത്. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്ത് മലയാളിയുടെ ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം നേടിയ പ്രിയപ്പെട്ട മോഹൻരാജിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.